എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് സച്ചി രേവതിക്ക് വണ്ടി മേടിച്ചു കൊടുത്തല്ലോ, അത് കണ്ടപ്പോൾ ആകെ സങ്കടം. കാരണം സച്ചിക്കൊരു വിഷമം വന്നപ്പോൾ രേവതിക്കൊരു സങ്കടം വന്നപ്പോൾ സച്ചിയെ ഒപ്പം നിന്നു. അവരതിനൊരു പരിഹാരം കണ്ടെത്തി. ശ്രുതിക്ക് മാത്രം ആരുമില്ല, ആരും സഹായിക്കാനില്ല. അതുപോലെ ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ പൈസ കൊടുത്തൊന്നും സഹായിക്കുന്നില്ല, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഭവം പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ജയിലിലായി പോയി, അതുകൊണ്ടാണ്. പിന്നെ എപ്പോഴും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശ്രുതി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കും. അന്നേരം സങ്കടം കൊണ്ട് ശ്രുതി പറയുന്നുണ്ട്, അന്ന് അച്ഛൻ ആ 50 ലക്ഷം രൂപ തന്നതാണ്, അത് ആ നീലിമ അവളെന്നെ പറ്റിച്ച് അടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അതുണ്ടായിരുന്നെങ്കിലും മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരമാണ് ശ്രുതിക്കൊരു ഐഡിയ, ആ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചാലും ഇവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ആവുമല്ലോ എന്ന്. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, അവൾ എങ്ങോട്ടാണ് പോയെന്നറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പം അവൾ അന്നേ കാനഡയ്ക്ക് പോയില്ല, ഇനി അവളെ തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം, അങ്ങനെ നമ്മൾ ശ്രമിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ബുദ്ധിപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും, അവളുടെ കയ്യിൽ നിന്ന് ആ പൈസ നമുക്ക് മേടിച്ചെടുക്കാനും സാധിക്കും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പിന്നീട് വർഷയുടെ അമ്മയെ കാണിക്കുന്നുണ്ട്. വർഷയുടെ അമ്മ അച്ഛനോട് പറയുവാണ്, എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെയും വർഷയും തിരിച്ച് അവർ വീട്ടിലോട്ട് കൊണ്ടുവരണം. അതിനുള്ളൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോവുക, എന്നിട്ട് ശ്രീകാന്തിന് ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് കൊടുക്കാൻ ഇവർക്ക് പ്ലാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അത് ശ്രീകാന്ത് സമ്മതിച്ചില്ലെങ്കിലും ദുരാഗ്രഹിയായ നമ്മുടെ ചന്ദ്രമതി അത് കാണുമ്പം വീഴും. അതിൽ അങ്ങനെ പയ്യെ എങ്ങനെയെങ്കിലും നമുക്ക് ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ മഹിമ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ രേവതിയാണ് കാണിക്കുന്നത്. രേവതി വണ്ടിയൊക്കെ ഓടിച്ച് ആ വണ്ടി അമ്മയെ കാണിക്കാനായിട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇതെന്താ ഈ വണ്ടി കൊണ്ട് നീ ഇങ്ങോട്ട് വന്ന്, നിൻ്റെ പൂക്കട എന്തെന്നൊക്കെ ചോദിക്കും. അന്നേരം നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, എൻ്റെ സങ്കടം കണ്ടിട്ട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതും എനിക്ക് ഈ വണ്ടി മേടിച്ചു തന്നതെല്ലാം സച്ചേട്ടനാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഏതായാലും രേവതിയുടെ വണ്ടി കാണാനായിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള അയൽവക്കംകാരൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഏതായാലും ഇച്ചിരി എടുത്ത് ചാട്ടക്കാരനാണെങ്കിലും രേവതി സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ് രേവതിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ കുറിച്ച് പൊക്കിയടിക്കുന്നൊക്കെ ഉണ്ട് അയൽവക്കംകാർ പോലും. പക്ഷേ ഇതൊന്നും ശരത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ പറയും, ഒരു വണ്ടി മേടിച്ചതിന് മാത്രം പൊക്കി പറയാനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ അമ്മയ്ക്കും അനിയത്തിക്കും ഭയങ്കര സന്തോഷമായി. അവർ വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കുക, അച്ഛനും ഈ സന്തോഷം ഒന്ന് അറിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി അങ്ങനെ ചെയ്യുന്നൊക്കെയുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡ്.